കർത്താവിനെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആദ്യമുതലേക്കുമാമേൻ. തെളിവായ എന്നുടെ നാഥ, നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ോടും കൂടെ വാനമേഖല നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതികൾ തുറക്കപ്പെടുകയും മത്സരക്ഷമനായി അവരുടെ നിന്ന് ഒരുക്കുകയും ദുഷ്ടജനങ്ങൾ നിന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനമായ വിദ്യാഭ്യാസത്തിൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിലനിൽ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡാഡി മരിച്ചിട്ട് 5 വർഷം തികയാണ്. ഞങ്ങളുടെ ഡാഡി ഞങ്ങൾ വിട്ടു പോയിട്ട് 5 വർഷം. പക്ഷേ നമുക്കത് ആലോചിക്കാൻ ഭയങ്കര പ്രയാസമാണെങ്കിലും ഈ ഒരു ദിവസം മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡാഡിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിയുടെ എല്ലാവരും വിളിച്ച് കൂട്ടി ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നതാണ് വലിയൊരു സന്തോഷമായിരുന്നത്. അത് ഈ പ്രാവശ്യം നമ്മൾ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി ഡാഡിയുടെ ചേട്ടഞ്ചന്മാരും അവരുടെ ആൻറ്റിമാരും മക്കളും കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണ് കേട്ടത്. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും രാവിലത്തെ ഫുഡായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നു എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടൊക്കെയാണ് പോയത്. എന്നിരുന്നാലും ഡാഡീനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഞങ്ങളുടെ ഡാഡി. അങ്ങനെ തന്നെ വേണം പറയാൻ. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ഏറ്റവും അധികം വിഷമമായാലും സങ്കടമായാലും തോന്നുന്ന ഒരു കാര്യമാണ് ഡാഡീനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. അത് ഇന്നും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ. അതിനൊരു മാറ്റവും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് ഡാഡിയുടെ ഓർമ്മകൾ ഡാഡി നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഡാഡി. കാരണം ഡാഡിനെ കുറിച്ചിട്ട് ഓർക്കാത്തൊരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. അതാണ് ഡാഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഏക ഒരു വാക്ക്. അങ്ങനെ ഈ പ്രാവശ്യം ആ ഒരു ദിവസം വന്നു. എനിക്കെന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ദിവസം എന്ന് തന്നെ പറയണം. എന്നിരുന്നാലും നമുക്കിതൊക്കെ നേരിട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞു പോവാണ്. Bye.